ജെസി ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന MT at മുറപ്പെണ്ണ് 30 years. മുറപ്പെണ്ണ് എന്ന സിനിമയുടെ 50ാം വർഷ ആഘോഷവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാറിൻ്റെ വ്യത്യസ്ത കാവുകളിൽ ഡിസംബർ മാസം മുതൽ മെയ് അവസാനം വരെയുള്ള കാലയളവിൽ കെട്ടിയാടപ്പെടുന്ന തെയ്യം പഞ്ചുരുളി അഥവാ രക്തേശ്വരി തെയ്യം. നടനും എഴുത്തുകാരനും സംവിധായകനുമായ ജെസി കുറ്റിക്കാട്ട് എന്ന ജെസിയുടെ ഓർമ്മയ്ക്കായി രൂപം നൽകിയ പ്രസ്ഥാനമാണ് ജെസി ഫൗണ്ടേഷൻ. ജെ കുറ്റിക്കാട്ട് സാരഥ്യം നൽകുന്ന ജെസി ഫൗണ്ടേഷൻ പിന്നിട്ട ഒരു വ്യാഴവട്ടക്കാലമായി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരെയും പിന്നിട്ട കാലത്തിലെ സിനിമാ കലാകാരന്മാരെയും വ്യത്യസ്ത തലങ്ങളിലുള്ള ആഘോഷത്തിലൂടെ ആദരിക്കുന്നു. 50 വർഷം പൂർത്തിയാക്കിയ 6 സിനിമകളുടെ ആഘോഷരാവുകൾ ജെ ഫൗണ്ടേഷൻ ഇതിനു മുൻപ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ മുറപ്പെണ്ണ് എന്ന സിനിമയുടെ 50 ആണ്ടുകളുടെ ഓർമ്മ നമ്മൾ പങ്കുവയ്ക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായർ സിനിമയിലേക്ക് കടക്കുന്ന ആദ്യ ചിത്രം എന്ന നിലയിലും മുറപ്പെണ്ണ് ശ്രദ്ധേയമാകുന്നു. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന MTയുടെ കഥ ചലച്ചിത്രമാക്കുക എന്നത് ശോഭന പരമേശ്വരൻ നായരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. വിൻസെൻ്റ് മാഷർ അത് അപ്രവാളികളിൽ പകർത്തി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത് 160ാമത്തെ ചിത്രമായിരുന്നു. 1965 ക്രിസ്തുമസിന് തലേനാൾ മുറപ്പെണ്ണ് റിലീസായി. ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന ചിത്രീകരണമായിരുന്നു ഈ സിനിമയുടേത്. മാത്രമല്ല വള്ളുവനാടൻ ഭാഷയുടെ മാധുര്യം ആദ്യമായി നുകർന്ന ചലച്ചിത്രം കൂടിയായിരുന്നു മുറപ്പെണ്ണ്. ആദ്യമായി ജെ ഫൗണ്ടേഷൻ്റെ ചെയർമാനായ ജെ കുറ്റിക്കാട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ സ്വാഗതം പറയുന്നതിന് മുമ്പായി ഈ സിനിമയിൽ നിന്നും വിട്ടുപോയ അന്തരിച്ചു പോയ നമ്മുടെ സംവിധായകൻ വിൻസെൻ്റ്, നസീർ, ഉമ്മർ തുടങ്ങി ഏതാനും നല്ല നടീനടന്മാർ ഇതിൽ നിന്നും വിട്ടുപോയി. അവരുടെ ആദരവിനായി എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുവാൻ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കൊട്ടാരം റോട്ടിലെ എഴുത്തിൻ്റെ ചക്രവർത്തിയുടെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് അതിൻ്റെ 50 വർഷം ആഘോഷിക്കുവാൻ ജഗദീശ്വരനാണ് ഞങ്ങൾക്ക് ശക്തി തന്നത്. ജഗദീശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ MT വാസുദേവൻ നായരെ ആദ്യമായി സ്വാഗതം ചെയ്തോളൂ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, C രാധാകൃഷ്ണൻ മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന ഒരൊറ്റ നോവൽ മതി അദ്ദേഹം ആരാണെന്ന് വ്യക്തമാക്കുവാൻ. അദ്ദേഹമാണ് ഇന്നത്തെ ഇതിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണനെ ഞാൻ ഹാർദമായി സ്നേഹിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ IV ശശി അവളുടെ രാവുകൾ എന്ന ഒരൊറ്റ സിനിമയിൽ നിന്നും അദ്ദേഹം പിന്നീട് തുടർന്ന് അങ്ങോട്ട് എല്ലാ സിനിമകളും കീഴടക്കിയിരിക്കുകയാണ്. MT വാസുദേവൻ നായരുടെ ആരൂഢം മുതൽ 11ഓളം സിനിമകൾ സംവിധാനം ചെയ്തത് ശ്രീമാൻ IV ശശിയാണ്. ബഹുമാന്യനായ IV ശശിയെ ഉദ്ഘാടനത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുറപ്പെണ്ണിലെ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ പ്രശസ്ത ഡോക്ടർ ഉർവശി ശാരദ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു രംഗമുണ്ട്. ഈ പുറയിലെ ചിത്രത്തിൽ ശാരദ പൊക്കിയെടുത്തിരിക്കുന്ന ഒരു കൊച്ചു ബാലിക ബേബി വൃന്ദ ഇതാ വന്നിരിക്കുന്നു.
പിന്നെ നിർമ്മാതാവിൻ്റെ കൊച്ചുമകളുടെ കൊച്ചുമകൾ നിരഞ്ജൻ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കഥാപാത്രം തന്നെ തുടർച്ചയായി 10ഓളം നോവലുകളിൽ വന്നെത്തുക, അവതരിപ്പിക്കുക, അതെല്ലാം വായനയുടെ പുതിയ അനുഭവങ്ങൾ പകരുകയാണ് നമുക്ക്. മലയാളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനെ സ്നേഹാദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനായ ശ്രീ MT വാസുദേവൻ നായർ, വേദിയിലെ കലാകാരന്മാരെ, കലാകാരികളെ, സദസ്സിലെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമസ്കാരം. മനോഹരമായ ഒരു സായാഹ്നം സംഘടിപ്പിക്കാൻ സാധിച്ചത് എൻ്റെ സുഹൃത്ത് ശ്രീ JJ കുറ്റിക്കാടിൻ്റെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഈ ഫൗണ്ടേഷനോട് അദ്ദേഹം പുലർത്തുന്ന പ്രതിജ്ഞാബദ്ധത വാക്കുകൾക്ക് അപ്പുറത്തുള്ളതാണ്. അദ്ദേഹത്തിനെ ഹൃദയംഗമമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 50 വർഷം മുൻപ് നമുക്ക് ലഭിച്ച വരദാനമായ മുറപ്പെൺ പ്രവർത്തിച്ച് അവർ ജീവിച്ചിരിക്കുന്നവർ, അന്ന് പ്രവർത്തിച്ച് ഇന്ന് ജീവനോടെ ഇല്ലാത്തവരുടെ ബന്ധുമിത്രാദികൾ, അന്ന് അത് കണ്ടവരും ഇപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്നവരുമായ കോഴിക്കോടിൻ്റെ സ്നേഹം നിറഞ്ഞ കുറേ സഹൃദയ പ്രതിഭകളൊക്കെ കൂടി ഒത്തുകൂടുന്ന ഈ സായാഹ്നം എന്തുകൊണ്ടും മലയാള സിനിമയുടെ വിജയപാതയിലെ ഒരു വലിയ മുഹൂർത്തമാണ്. ഒരു കാര്യം നമുക്ക് തിട്ടമായിട്ടറിയാം. മുറപ്പെണ്ണ് റിലീസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് 159 ചിത്രങ്ങൾ, മലയാള ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ചിത്രങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു ഗന്ധവും സുഗന്ധവും ഒരു ഹൃദ്യതയും കേരളീയതയും നമുക്ക് ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് മുറപ്പെണ്ണിലൂടെയായിരുന്നു. അത് മലയാള ഗദ്യ സാഹിത്യ രംഗത്ത് ശ്രീ MT വാസുദേവൻ നായർ എന്ത് വ്യതിയാനമാണോ വരുത്തിയത്, മലയാള സിനിമാ രംഗത്ത് അതേ വ്യതിയാനം അദ്ദേഹം നടത്തിയതിൻ്റെ തെളിവായിരുന്നു. അതിനുശേഷമാണ് കേരളീയതയിൽ അടിയുറച്ച ഒരുപാട് സുഗന്ധപൂരിതങ്ങളായ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഒരു വഴിത്തിരിവായിരുന്നു അത് എന്നർത്ഥം. പണ്ടൊരു ചൊല്ലുണ്ട്, അഗസ്ത്യമുനി ഭാരതപ്പുഴയെ തിരുനാവായിൽ വെച്ച് തെക്കോട്ട് തിരിച്ചു വിട്ടു എന്ന്. കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് ഒഴുകിയിരുന്ന പുഴയെ അങ്ങനെ പോയാൽ പറ്റില്ല എന്ന് നിശ്ചയിച്ച് അഗസ്ത്യമുനി കുറച്ചുകൂടി ദൂരം കേരളത്തിലൂടെ ഒഴുകട്ടെ എന്ന നിർബന്ധ ബുദ്ധിയോടെ എന്ന പോലെ ഇനി തെക്കോട്ട് മതി എന്ന് കൽപ്പിച്ച് തിരിച്ചു വിട്ടു എന്നാണ് കഥ. അങ്ങനെയാണ് തിരുനാവ എന്ന സ്ഥലത്തിന് തെക്കൻ കാശി എന്ന പേര് വന്നതും ഭാരതപ്പുഴ കുറച്ചുകൂടി കേരളത്തിലൂടെ ഒഴുകാൻ ഇടയായതും. അങ്ങനെ മലയാള സിനിമയുടെ ഗതി ഒരു ഘട്ടത്തിൽ കടന്നു വന്ന് ഇനി ഇങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തിരുത്തിയ ഒരു മഹാപ്രതിഭയുടെ സൃഷ്ടിയാണ് മുറപ്പെണ്ണ് എന്ന ചിത്രം. അത് മലയാള സിനിമയുടെ കാലത്ത്, മലയാള സിനിമയുടെ ഒഴുക്കിൽ എക്കാലത്തും നമുക്ക് വിശിഷ്ടമായ ഒരു നാഴികക്കല്ലായി. സിനിമയുടെ ചരിത്രവും നിർമ്മാണവും രീതികളും മാർഗങ്ങളുമൊക്കെ പഠിക്കുന്നവർക്ക് ഒരു വലിയ പാഠക പുസ്തകമായി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചരിത്രം ഉണ്ടാവുക എന്നുള്ളതും ഉണ്ടായ ചരിത്രത്തെ ഓർക്കുക എന്നുള്ളതും നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയിലെ വഴിത്തിരിവുകൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങളായതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ വേദിയും ഈ മഹാസദസ്സും സംഘടിപ്പിച്ച JJ ഫൗണ്ടേഷനെ അഭിനന്ദിച്ചുകൊണ്ടും MTക്ക് ഒരുപാട് കാലം സർഗസൃഷ്ടിയിൽ ഏർപ്പെടാനുള്ള ആയുരാരോഗ്യങ്ങൾ ആശംസിച്ചുകൊണ്ടും പ്രിയപ്പെട്ട ഇതിൻ്റെ അഭിനേത്രികൾ തുടങ്ങിയവർക്കൊക്കെ അതുപോലെ ആയുരാരോഗ്യങ്ങൾ ആശംസിച്ചുകൊണ്ടും കോഴിക്കോടുകാരായ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇനിയും കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. IV ശശി എന്ന സംവിധായകനെ
ഇന്നത്തെ ഈ വേദി, ഈ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുവാൻ ക്ഷണിക്കുന്നു. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുന്നു. എല്ലാവരും നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ ഇത് എതിരേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ കുറേ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരാഗ്രഹം വാസാറിൻ്റെ ഒരു പടം MT വാസുദേവനായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ ചോദിക്കാൻ പേടി, എനിക്ക് തന്നില്ലെങ്കിലോ എന്ന്. അങ്ങനെ ഒരു ദിവസം MD ജോർജ് എന്ന പ്രൊഡ്യൂസർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, ഒരു പടം എടുക്കണം. അന്ന് ഞാൻ ഒരുപാട് തിരക്കുന്ന സമയത്താണ്. കുറേ പടങ്ങൾ തമിഴും മലയാളവും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഉടനെയൊന്നും പറ്റില്ല, ഒരു ഒന്നൊന്നര വർഷം കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതല്ല, ഇത് MT വാസുദേവനായിട്ട് സ്ക്രിപ്റ്റാണ്, അദ്ദേഹമാണ് നിങ്ങളെ പേര് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് എൻ്റെ മാനേജറെ വിളിച്ചിട്ട് ഡേറ്റൊക്കെ മാറ്റി ആ പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം കഴിഞ്ഞിട്ട് വേറൊരു പടം ഓൾറെഡി കമ്മിറ്റായി കഴിഞ്ഞിരുന്നു. അതുകൂടെ തീർത്തിട്ട് മൂന്നാമത്തെ പടമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വാസാറും ഞാനിവിടെ ലൊക്കേഷൻ കാണാൻ കൊടൈക്കനാലിൽ പോയി. കൊടൈക്കനാലിൽ കഥ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ കഥ ഒഴിച്ച് ബാക്കി പല കാര്യങ്ങളും നിങ്ങൾ പല നാട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു, വസട്ട കഥയൊന്നും ആയില്ലല്ലോ. ഇല്ല, പോവാമെന്ന് പറഞ്ഞു. ശരി, ഞാനും തിരിച്ചു പോയി, വേറെ ഷൂട്ടിങ്ങിന് പോയി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. ഞാൻ വായിക്കാൻ അങ്ങനെ തന്നെ വായിച്ചു തന്നു. അതാണ് തൃഷ്ണ. മമ്മൂട്ടി നായകനാകുന്ന ആദ്യത്തെ പടം, എൻ്റെ വ്യത്യസ്തമായ ആദ്യത്തെ പടം. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ മുറപ്പെണ്ണ് എന്ന 50 ആദ്യത്തെ ചിത്രം 9 വർഷമായുള്ള ഉദ്ഘാടന ചടങ്ങിന് വഹിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിരിക്കുന്നു. ഈ മഹാഭാഗ്യം തന്ന ദൈവത്തിനോട് ഞാൻ കാണിക്കുന്നു. നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നാലുകെട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ട മനുഷ്യരുടെ ഏകാന്ത ദുഃഖം ആധുനിക കാലത്തും പ്രസക്തമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു MDയുടെ ഓരോ സൃഷ്ടികളും. മുറപ്പെണ്ണും അതാണ് നമ്മോട് പറഞ്ഞത്. ഓരോ സൃഷ്ടിയും, ഓരോ വാക്കും, എല്ലാ വിശേഷണങ്ങളും നിശബ്ദമായി പോകുന്ന, എങ്ങനെയെല്ലാം പറഞ്ഞാലും എന്തൊക്കെയോ ബാക്കി നിൽക്കുന്ന ഒരപൂർവ സാന്നിധ്യം. അതാണ് ശ്രീ MT വാസുദേവൻ നായർ. വാക്കുകളാകുന്ന മുത്തെടുത്ത് മനുഷ്യഗാഥകൾ രചിച്ച ആഹ്ലാദ വിഷാദങ്ങളെ ജീവിത സന്ദർഭത്തിലൂടെ തിരശ്ശീലയിൽ കാണിച്ച രാജശില്പി. സിനിമയിൽ ഈ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തുടക്കം കുറിച്ചത് മുറപ്പെണ്ണിൽ നിന്നാണ് എന്നത് ഈ വേദിയുടെ ഏറ്റവും പ്രസക്തമായ കാര്യം. പിന്നീട് നിർമ്മാല്യത്തിലൂടെ 4 ദേശീയ പുരസ്കാരം, തിരക്കഥയ്ക്ക് 4 ദേശീയ പുരസ്കാരം, 22 തവണ സംസ്ഥാന പുരസ്കാരം. മലയാള സിനിമ MDയുടെ തൂലികയിലൂടെ പുതിയ ചരിത്രമുഖങ്ങൾ തീർത്തു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ജെസി ഫൗണ്ടേഷൻ മുറപ്പെണ്ണിന് ആദ്യമായ സ്ക്രിപ്റ്റ് എഴുതിയ ഈ മഹത്തായിട്ടുള്ള ഈ സന്ദർഭവേളയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീ C. രാധാകൃഷ്ണൻ പൊന്നാട അണിയിക്കുന്നു. IV ശശി മെമെൻറ്റോ കൈമാറുന്നു. MD സാറ് നമ്മളോട് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള
അഭിമന്യര്, പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൻ്റെ ഭാഗമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു തനി ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഞാൻ സിനിമയുമായിട്ടൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. അടുപ്പം ഉണ്ടാക്കണമെന്നുള്ള നിഗൂഢമായ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് കാരണം അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് എത്തിയപ്പോഴാദ്യമായിട്ടൊരു സിനിമ കാണുന്നത് തന്നെ. ഞങ്ങളുടെ അവിടെ ഒന്നും സിനിമാ തിയേറ്ററൊന്നുമില്ല. പിന്നെയാണ് സിനിമയൊക്കെ കാണുന്നത് കോളേജിലൊക്കെ എത്തിയതിന് ശേഷം. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയൊക്കെ പിന്നീട് അവരുടെയൊക്കെ സൗഹൃദമുണ്ടായി. അങ്ങനെ എനിക്ക് വലിയ ഒരു സൗഹൃദം ലഭിച്ചത് ശോഭന പരമേശ്വരൻ നായരാണ്. അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ടിരുന്ന കൂട്ടത്തിൽ നല്ല വായനക്കാരനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും എഴുതിയാതെ അച്ചടിച്ച് വന്നാൽ അത് വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എഴുതും, എനിക്ക് കത്തെഴുതും. അങ്ങനെയൊക്കെ ഒരിക്കൽ വന്നിട്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ആ ഘട്ടത്തിൽ എഴുതിയ ഒരു ചെറുകഥ സിനിമയാക്കണമെന്ന് അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോളൂ, അതിനെന്താ, കഥ പരമം എടുത്തോളൂ. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം. ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് വശമില്ല, അത്യാവശ്യം കഥ എഴുതുന്നു, അതൊക്കെ ശരി. ഈ സ്ക്രിപ്റ്റ് എഴുത്തുക എന്നുള്ളതൊക്കെ അതിൽ വിദഗ്ധന്മാരുണ്ട്, അവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുമെന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെ നിർബന്ധമായി ഞാൻ തന്നെ ചെയ്യണം. അദ്ദേഹം ഇവിടെ വന്നു, എൻ്റെ കൂടെ കുറേ ദിവസം എൻ്റെ ചെറിയ വാടക വീട്ടിൽ താമസിച്ചു. പിന്നീട് മദ്രാശിയിൽ എത്തി. ഞാനിവിടുന്ന് ലീവെടുത്ത് പോയി. ഒരു ചെറിയ ലോഡ്ജിലെ മുറിയിലിരുന്ന് ഞങ്ങൾ അവിടുന്ന് എഴുതിയുണ്ടാക്കി. ഓരോ വൈകുന്നേരം അദ്ദേഹം വായിച്ചു. അങ്ങനെയാണത് രൂപപ്പെടുന്നത്. അന്ന് അതിനുള്ള സാമ്പത്തിക സൗകര്യത എന്നുപോലും ഡിസ്ട്രിബ്യൂട്ടർ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആവേശം, താല്പര്യം അത്ര വലുതായിരുന്നു. അങ്ങനെ ഞാനും അതുണ്ട്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് സിനിമ എന്ന് പറയുന്ന ഈ മായിക പ്രപഞ്ചം, അത്ഭുത പ്രപഞ്ചം, അതിലേക്ക് കടക്കാനുള്ള ഒരു വാതിൽ അദ്ദേഹം തുറക്കുകയായിരുന്നു. പിന്നീട് കൂടുതൽ മനസ്സിലാക്കണമെന്നും കൂടുതൽ പഠിക്കണമെന്നും ഒക്കെ മനസ്സിലൊരു തോന്നലുണ്ടാകാൻ കാരണം അദ്ദേഹമാണ്. ആ സിനിമ വന്നു, ആ സിനിമ വിജയിച്ചു. അതിൻ്റെ പിറകെ വേറെയും പല സിനിമകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു. അത് പഴയ ചരിത്രം. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ 50 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ പടത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ജെസി ഫൗണ്ടേഷൻ ഈ വലിയൊരു ആഘോഷം നടത്തുന്നതിൽ സന്തോഷമുണ്ട്. അതേസമയത്ത് ഇതിലത്തെ മൺമറഞ്ഞു പോയ ആളുകളുടെ സ്മരണകൾ എൻ്റെ മുകളിൽ, അവരുടെ ഓർമ്മകൾ. പ്രത്യേകിച്ച് ആദ്യം പറയേണ്ടത് ശോഭന പരമേശ്വരൻ നായർ, പിന്നെ വിൻസെൻ്റ് മാഷ്, ആ ഘട്ടത്തിൽ പരിചയപ്പെട്ട പ്രേം നസീർ, അതിലുള്ള വിഖ്യാതരായുള്ള കഥാപാത്രങ്ങൾ പലരും ഇന്നില്ല. അവർ കാലവേനികയുടെ അപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുന്നു. ആ ദുഃഖസ്മരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷത്തിൻ്റെ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ഇവരൊക്കെ നമുക്ക് മുമ്പേ കടന്നുപോയി. പക്ഷേ അവരൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കൂടുതൽ അറിയണം, കൂടുതൽ പഠിക്കണം, അത് ആ ലോകത്തിലേക്ക് കടന്നു ചെല്ലണം എന്നൊക്കെ ഒരു പ്രേരണ ഉണ്ടാക്കിയത്
പരമേശ്വരൻ നായരുടെ സ്വാധീനം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് ആദ്യമായിട്ട് ഞാനൊരു തിരക്കഥ എഴുതിയത്. എൻ്റെ പ്രസിദ്ധീകരിച്ച ഒരു ചെറുകഥയെ ആധാരമാക്കി ഉള്ള തിരക്ക്. അതെന്തുകൊണ്ടോ അതൊരു നിമിത്തമായി, ഒരു വഴിത്തിരിവായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിവിളക്ക് പോലെ അതവിടെ തെളിഞ്ഞു നിന്നു. അപ്പോൾ ആ മൺമറഞ്ഞു പോയ ആളുകൾ, അവരുടെ സൗഹൃദം, സ്നേഹം, ഇതൊക്കെയാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്. വിൻസെൻ്റ് മാഷ്, പ്രേംനസീർ, അതേപോലെയുള്ള ഒരുപാട് ആളുകൾ, ആൻ്റണി ആശാൻ, എടുത്തു പറഞ്ഞാൽ പലരും, അവരൊക്കെ നൽകിയ സ്നേഹം അതെന്നും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കും. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത്. അതൊരു മഹത്തായ ലോകോത്തരമായ ചലച്ചിത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പക്ഷേ എൻ്റെ ഒരു തുടക്കം, എളിയ തുടക്കം അവിടെ നിന്നായിരുന്നു. ആ തുടക്കത്തിന് വഴിയൊരുക്കിയിട്ടുള്ള ആളുകൾ പലരുമുണ്ട്. അവരെയൊക്കെ ആദരപൂർവം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. അവരുടെ പിന്മുറക്കാരൊക്കെ ഇവിടെ ചിലർ വന്നു, സന്തോഷം. ആ സ്മരണയ്ക്കും അവരുടെയൊക്കെ സ്മരണയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതിനൊരവസരം സൃഷ്ടിച്ച ജെസ്സി ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളോട്, ജെസ്സി എനിക്ക് അടുത്തറിയുന്ന ആളായിരുന്നു, നല്ല സുഹൃത്തായിരുന്നു. ആ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളോട് എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവരും ശാരദാമ്മയെ ആദരിക്കുന്നത് MT വാസുദേവൻ നായരാണ്. പൊന്നാടയും മെമ്മന്റോയും കൈമാറുന്നു. ലത മോഹൻ അറിയപ്പെട്ടിരുന്നത്. രാധാകൃഷ്ണ സാറ് ആദരിക്കുന്നു. പൊന്നാടയും മെമ്മന്റോയും കൈമാറുന്നു. നല്ലൊരു കൈയടിയാവും കേട്ടോ. ഇവരൊക്കെ വളരെ ഒരു വിസ്മയമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. ശ്രീമതി ലത രാജു, ലത രാജുവിനെ ശ്രീ C രാധാകൃഷ്ണൻ അവറുകൾ പൊന്നാട അണിച്ച് ആദരിക്കുന്നു. വിൻസെൻ്റ് മാസ്റ്ററുടെ സഹായിയായി നിന്ന് വിൻസെൻ്റ് മാസ്റ്ററുടെ പ്രിയപ്പെട്ട സഹസംവിധായകനായിരുന്നു മേലാറ്റൂർ രവിവർമ്മ. ഛായാഗ്രാഹകൻ ശ്രീ A വെങ്കട്ടിനെ ശ്രീ IV ശശി തന്നെ ആദരിക്കുന്നു. ഒരു ചരിത്ര മുഹൂർത്തമാണ്. ശ്രീ പത്മനാഭൻ, പ്രൊഡക്ഷൻ മാനേജർ ശ്രീ A ഗോവിന്ദൻ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ശ്രീ P ഡേവിഡ്. അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള പല പുസ്തകങ്ങളുടെയും സ്റ്റിൽസ് നൽകിയിട്ടുള്ളത് ഈ വലിയ മനുഷ്യനാണ് എന്ന് പറയാം. അതിന് ഈ കയ്യടിയൊന്നും പോരാ. അദ്ദേഹത്തിൻ്റെ സമർപ്പിതമായിട്ടുള്ള ജീവിതം, ഇതിൻ്റെ സമർപ്പിതമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ ഈ പല ചിത്രങ്ങളും, പഴയകാല ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരം. ഈ സിനിമയുമായിട്ട് സഹകരിച്ച് നമ്മൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുള്ള ആ കലാകാരന്മാരെ പ്രതിനിധീകരിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങാണ്. സംവിധായകൻ വിൻസെൻ്റ് മാസ്റ്ററുടെ മകൻ അജയൻ വിൻസെൻ്റ് ആദരിക്കുന്നത് ശ്രീ MT വാസുദേവൻ. MT സാർ തന്നെയാണ് അടുത്തയാളെ ആദരിക്കുന്നത്. നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരുടെ കൊച്ചുമകൻ നിരഞ്ജൻ. അതൊരു വലിയ കാഴ്ചയാണ്. കൊച്ചുമകൻ തൻ്റെ മുത്തശ്ശൻ്റെ അതിന് തുല്യമായിട്ടുള്ള ഒരാളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്.
KP ഉമ്മറിൻ്റെ മകൻ റഷീദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മായിട്ടൊരു കഥാപാത്രമാണ്. ബീരാൻകുട്ടിയെ ഹൃദ്യമാക്കിയ നെല്ലിക്കോട് ഭാസ്കരൻ്റെ മകൻ ചിത്രഭാനു അദ്ദേഹത്തെ വേദിയിൽ ക്ഷണിക്കുന്നു. ഭാരതി മേനോൻ്റെ പ്രിയപുത്രൻ, നമ്മുടെ ഒരു കാലത്ത് IVCC ചിത്രങ്ങളിലൂടെയൊക്കെ നിറഞ്ഞു നിന്ന രവികുമാർ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രണയ സരോവര തീരം എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നിൻ സ്വരം എന്നുള്ള പാട്ട് കേൾക്കുക. എത്രയോ ഗാനരംഗങ്ങളിൽ ശോഭിച്ച് ഒരു കാലഘട്ടത്തിലെന്ന നായകനായിരുന്നു അദ്ദേഹം. കലാസംവിധായകൻ S. കൊന്നനാട്ടിൻ്റെ കൊച്ചുമകൻ സായി സർവേഷ്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ സായി ഏറ്റുവാങ്ങുന്നു ആദരം. ചിദംബരനാഥിൻ്റെ മകൻ ശ്രീ മുരളി ആദരം ഏറ്റുവാങ്ങുന്നു. ഫിറോസ് പട്ടുതരൂർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ആദരിക്കുന്നു ശ്രീമതി ശാരദാമ്മ. ഇതിലെ കഥാനായകൻ പ്രേം നസീറിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരംഗം വന്നിട്ടുണ്ട്. നിഷിറ്റ കൊച്ചുമകളാണ്. ഞാൻ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഈ പടത്തെ ഏഷ്യാനെറ്റ് TV കണ്ടതാണ്. ഞാൻ ഈ പടം കണ്ടിട്ട് 15-20 കൊല്ലങ്ങളായി. അതിനുശേഷം ഇന്നലെയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒന്നും അത് ദുഃഖമാണോ എന്താണെന്ന് കൂടി മനസ്സിലാവുന്നില്ല. ആ ഡിപ്രഷൻ ഇന്നും ഉണ്ട് എനിക്ക്. കാരണം ഒരു സമയമാകുമ്പോൾ എല്ലാവരും പോകുന്നത് തന്നെയാണ്. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നേരാ. പക്ഷേ എന്തോ എന്നെ കൊണ്ട് എസ്പെഷ്യലി ഈ പടം ഒന്നും എനിക്ക് മനസ്സിലായില്ല. വളരെ സങ്കടമായിപ്പോയി. ആകെ ഉള്ളത് ഞങ്ങൾ അഭിനയിച്ച 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ അഭിനയിച്ച എല്ലാവരും, അഭിനയം മാത്രമല്ല അതിൽ പണിയെടുത്ത എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. എസ്പെഷ്യലി നസീർ സാറിനെ പറ്റി ആരോട് എന്ത് പറയാനാ? ഇത്രയും ഒരു നല്ല അഭിനയം മാത്രമല്ല മനസ്സുകൂടി അത്ര നല്ലതാണ്. മനസ്സുകൂടി അദ്ദേഹത്തിന് ജാതി മതം അതൊന്നുമില്ല. ആർക്കായാലും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ആരെങ്കിലും വന്ന് സാറേന്ന് പറഞ്ഞാൽ മതി. അത് ഏത് മതത്തിൻ്റെ ആളാണ്, ആരാണ് ഇവന്, അതൊന്നുമില്ല. കഷ്ടപ്പെട്ട് വന്നു. അങ്ങനത്തെ ഒരു നല്ല സ്വഭാവമായിരുന്നു നസീർ സാറിൻ്റെ. അതുപോലെ തന്നെ ഉമ്മറിന് ഞങ്ങൾ പറയില്ല, ഉമ്മുക്കാന്ന് പറയും. ഉമ്മുക്ക എന്നെ ഷാറൂന്ന് വിളിക്കും. എൻ്റെ എൽഡർ ബ്രദർ പോലെയാണ്. ഉമ്മുക്കയുടെ പടങ്ങളിലെ വിലനാണ്. പക്ഷേ നേരെ മനസ്സെങ്ങനെയാണെന്നറിയാവോ? പാല് മനസ്സാണ് ഉമ്മുക്കയുടെ, പാല് മനസ്സ്. പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാവരും മധുസാരെന്താ ചെറിയ ഇതാണ്. ഇങ്ങനത്തെ നല്ല നല്ല ആർട്ടിസ്റ്റുമാർ, ഭാരതിയുടെ അമ്മയുടെ മകനും വന്നിട്ടുണ്ട്. ഇല്ല ഇങ്ങനെ അതെല്ലാം ഒരു ഇതായാലേ നമ്മുടെ ഈ കൊച്ചു പെണ്ണില്ലേ, അതിൽ ഞാൻ കയ്യിലെടുത്ത ആ കൊച്ചു പെണ്ണിന്ന് അമ്മുമ്മയായിട്ട് ഞാൻ ആദ്യമായിട്ട് ആഫ്റ്റർ 50 years കാണുകയാണ്. ഇതെല്ലാം അത്ഭുതങ്ങളുടെ കാരണം ആദ്യം നമ്മുടെ MT വാസുദേവൻ നായർ സാറുടെ കഥയും പരമേശ്വരൻ നായർ സാറുടെ ആ പ്രൊഡ്യൂസറായിട്ട് അവർ വന്നതും, പിന്നെ വിൻസെൻ്റ് മാസ്റ്റർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത എത്രയോ പടങ്ങളിൽ മാക്സിമം പിക്ചേഴ്സിൽ ഞാനാണ് അഭിനയിച്ചത്. എനിക്ക് ആ അവസരം തന്നിട്ടുണ്ട്, എനിക്ക് ആ ഭാഗ്യം തന്നിട്ടുണ്ട് അദ്ദേഹം. അവരുടെ മകൻ ഇന്ന് വന്നിട്ടുണ്ട്, കൊച്ചുമോൻ. അതുപോലെ തന്നെ വെങ്കട്ട്, ഇദ്ദേഹം കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് പോലെയാണ് നമ്മുടെ വിൻസെൻ്റ് മാസ്റ്ററുടെ കൂടെ പണിയെടുത്തവരാണ്. പക്ഷേ അത് ആ ടീം വർക്ക് എല്ലാം കാണണം. അതുപോലെ തന്നെ
നമ്മുടെ ഡേവിഡിനെ പറ്റി പറയേ വേണ്ട, പേരിന് മാത്രം സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. പക്ഷേ ഇത്രയും സ്നേഹിക്കാൻ ഒരു മനുഷ്യനെ നമ്മൾ നോക്കണം. അതുപോലെ ഒരു സ്നേഹിക്കാനുള്ള ആളാണ്. സ്നേഹിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയാം. അത്ര നല്ല മനുഷ്യനാണ്. ഇങ്ങനെ എല്ലാവരും നമ്മുടെ ലത എന്തോന്ന്, ലത കൊച്ചു വയസ്സിൽ നിന്നാണ് എനിക്കറിയാം. എത്രയോ നല്ല ഇതാണ്. അവരുടെ അമ്മ എല്ലാം അറിയാം. അതുപോലെ തന്നെ നമ്മുടെ വർമ്മനെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ എല്ലാവരും ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ IV ശശി സാറിനെ പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. വലിയ കാണുമ്പോൾ ആൾ ചെറിയ ആളാണ്, പക്ഷേ ആസ് എ ഡയറക്ടർ വലിയ ആളാണ്. അത് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇത്ര വലിയ ആൾക്കാരുടെ ഈ സദസ്സിൽ പിന്നെ നമ്മുടെ MT വാസുദേവൻ സാറുടെ ആദ്യത്തെ പടം മുറപ്പെണ്ണ്, അതിലെനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതിലെ ഭാഗ്യമാണ്. അതിനുശേഷം ഞാൻ സാറിൻ്റെ കുറേ പടങ്ങളിൽ അസുരവിത്തു, പകൽക്കിനാവ്, പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ്. ആക്ച്വലി ഇരുട്ടിൻ്റെ ആത്മാവിന് നാഷണൽ സെക്കൻഡ് ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതാണ് ആദ്യമായിട്ട് ഊർവശിനേക്കാൾ മുമ്പ് ഡൽഹിയിലോട്ട് പോയി പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച പടമാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അതുകൂടെ ക്രെഡിറ്റ് ഗോസ് ടു യു സർ. അങ്ങനെ ഇതെല്ലാം ഒന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർ എന്തൊരു നല്ല സ്വഭാവങ്ങൾ, ആ ഒരു നല്ല സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയില്ലേ, ആ പൊന്നാളുകളൊക്കെ ഓർത്ത് ഇന്നലെ മുഴുവൻ ഞാനത് ദുഃഖമാണോ സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ട്രാൻസിലായിരുന്നു. ഇന്ന് ഇവിടെ വന്ന് ഇതിന് ആരാണ്? നമ്മുടെ JJ പൊട്ടിക്കാട് അവർ. അവർക്ക് എന്തിനു വേണ്ടിയാണ് ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഇത്രയും പേര് ഒരു സ്ഥലത്തിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ്, ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു JJ പൊട്ടിക്കാട് എന്ന് പറയുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നോ അന്ന് അക്കാലത്ത് JCയോട് ഒരു ഫ്രണ്ടായിരുന്നു. അവരോട് എത്ര പേരാ ഫ്രണ്ട്സ്? അവർക്ക് ആർക്കും ഇങ്ങനെ ഒന്നുമില്ലല്ലോ. ഇദ്ദേഹത്തിന് എന്തിനാ ഇങ്ങനെ ഒരു ആലോചന? തൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഒവ്വൊരു ഇയറും ഒവ്വൊരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഇങ്ങനെ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇത് ചെറിയ കാര്യമാണോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ബിസിയാണ് എല്ലാവരും. ഇപ്പോൾ നമ്മുടെ ഭാരതിയമ്മയുടെ മകൻ്റെ ഭയങ്കര സീരിയലിൽ ഭയങ്കര ഇപ്പോൾ ഫേമസ് ആണ് അദ്ദേഹം, ഭയങ്കര ബിസിയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ബിസിയാണ്. എന്നിട്ട് എല്ലാവരും ഈ സമയത്തിന് സാർ ചോദിച്ച ഉടനെ, പൊട്ടിക്കാട് സാർ ചോദിച്ച ഉടനെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് ഒരു കാരണം അദ്ദേഹത്തിൻ്റെ നല്ല ചിന്ത, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവം നല്ല ആയുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ഞാൻ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി എന്തൊക്കെ പറയാൻ ആഗ്രഹപ്പെടുന്നു. പക്ഷേ ശങ്കരാടി സാർ എന്താണ്, ആൻ്റണി സാർ എന്താണ്, എല്ലാവരും ഒരുപാട്, നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ ഗോവിന്ദൻ, പിന്നെ നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ പത്മനാഭൻ, എല്ലാവരും ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെയാണ് ജീവിച്ച ആ 1 ദിവസങ്ങൾ വീണ്ടും വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോടും പിന്നെ നിങ്ങളുടെ ക്ഷമയോടെ ഈ ശാരദയുടെ 2 വാക്കുകൾ കേട്ട നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് വേറൊരു വാക്കുകൂടി എനിക്ക് ഈ അവസരത്തിൽ എപ്പോഴും ഇങ്ങനത്തെ ഫംഗ്ഷൻ വന്നാലും ആദ്യം ഞാൻ പറയുന്ന ചാക്കോച്ചൻ, കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോസ്, അദ്ദേഹമാണ് മലയാളത്തിലേക്ക് അഭിനയിക്കാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു ഇതാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ കിട്ടി നിങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് ധൈര്യമായിട്ട്, ഇതിന് ഒരുപാട് ധൈര്യം വേണം, നിന്ന് 2 വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ കേട്ടതിന് നന്ദി, നമസ്കാരം. നടികളുടെയും നടന്മാരുടെയും മലയാളത്തിൻ്റെയൊക്കെ സൗന്ദര്യം ആവിഷ്കരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശശിചേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട MT വാസുദേവൻ നായർ അദ്ദേഹത്തെ ആദരിക്കുന്നു. JC ഫൗണ്ടേഷൻ
ശ്രീ IV ശശിയെ ആദരിക്കുന്നു. ആ ചടങ്ങിലേക്ക് കടക്കട്ടെ. സ്നേഹം കൊണ്ട് നിറയുന്ന വലിയ ചടങ്ങായിട്ട് JC ഫൗണ്ടേഷൻ ഇത് കണക്കാക്കുന്നു. എല്ലാവരോടും നമസ്കാരം. അതിൽ കാണുന്ന മാതിരി ആ കുഞ്ഞാണ് ഇവർ തമ്മിൽ വെച്ചിട്ട് ഇപ്പോഴും ഞാൻ കുഞ്ഞാണ്. എനിക്ക് ഒന്നും പറയാനറിയില്ല സത്യമായിട്ടും. വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോഴും ഒരു സ്വപ്നം മാതിരിയാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അന്ന് ഓർമ്മയില്ല, മേ ബി ഒരു 7 വയസ്സുണ്ടാവും. ഇങ്ങനെ കുട്ടിയവളമാരിങ്ങനെ ഓടിക്കളിക്കുക. ഇപ്പോഴും എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുരേഷ്. ഐ ടേക്ക് കെയർ ഓഫ് യു. ഈ കടവത്തെ തോണി അടുത്തപ്പോൾ എന്ന പാട്ട് എത്ര കണ്ട് ഗൗരവത്തോടെ ഒരാൾ വീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പറയുകയാണ്, പഴയകാല ഗാനങ്ങൾക്ക് 4-5 ഷോട്ടുകൾ കൊണ്ടാണ് തീർക്കുന്നത് എന്നുള്ള കമൻ്റൊക്കെ പലരും പിന്നീട് വന്ന തലമുറയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. 45-ലേറെ ഷോർട്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു മുറിക്കുള്ളിൽ നടക്കുന്ന 2 പെൺകുട്ടികൾ അവരുടെ മുറച്ചെറുക്കന്മാരെ കുറിച്ച് ഓർത്ത് പരിഹസിച്ച് കളിയാക്കി ആനന്ദിച്ച് പാടുന്നൊരു പാട്ടാണ്. ഈ നിഷ്കളങ്കയായ കുട്ടി ഇതൊന്നും അറിയുന്നില്ല. ഒടുവിൽ ഉറങ്ങിപ്പോകുന്ന രംഗമാണ്. അപ്പോഴും അവരുടെ ഉള്ളിനകത്ത് ഒരു കുസൃതി ചിരിയൊക്കെയാണ്. എത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ച ഗാനമാണ്. ഒരുപക്ഷെ മലയാള സിനിമയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഇത്രത്തോളം ഗംഭീരമായിട്ട് ചിത്രീകരിച്ച ഒരു പാട്ടുണ്ടാവില്ല ഈ കടവത്തെ തോണി. അപ്പോൾ അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ശ്രീമതി ലതയ്ക്ക് ഭാഗ്യം ചെയ്തതുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിൻസെൻ്റ് മാഷിൻ്റെ പരിചയത്തിലാണ് ഈ സിനിമയ്ക്ക് അഭിനയിക്കാൻ. മതിയല്ലോ, എത്ര 1000 സിനിമ അഭിനയിക്കേണ്ട, ഒരു സിനിമ അഭിനയിച്ചാൽ ധാരാളം മതി. അതുപോലെ ലത രാജുവിനെ വിളിക്കുന്നു, ശാന്ത പി നായരുടെ മകൾ. ഈ സിനിമ തുടങ്ങുന്നതിന് ഞാൻ മുൻപ് പറഞ്ഞു, ഒരു നാടോടി പാട്ടിലൂടെയാണ് അത് പാടിയ ലത രാജു സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഗുരുതുല്യരായി എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും കോഴിക്കോടും ഞാനുമായിട്ടുള്ള ബന്ധം എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഉള്ളതുകൊണ്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഒരു ഫങ്ഷൻ ഇവിടെ നടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും രാജുവും ഭയങ്കര എക്സൈറ്റഡായി. കോഴിക്കോട് അയ്യോ നെഞ്ചിലേറ്റുന്ന ആളുകളാണല്ലോ. ഇത്ര സ്നേഹമുള്ളൊരു ഓഡിയൻസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. പക്ഷേ ആ ഒരു സ്നേഹം നിങ്ങളുടെ കയ്യടിയിൽ കുറച്ച് പിശുക്ക് കാണിച്ചോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദയവായി നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും വലിയ സമ്പന്നമായ ഒരു വേദിയിൽ ആണ് നമ്മൾ, ഈശ്വരൻ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. അത് എവിടെ വെച്ച് തുടങ്ങണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ലത പറഞ്ഞ പോലെ തന്നെ വിൻസെൻ്റ് മാഷിൻ്റെ മൂട് പടത്തിൽ ഷീല ചേച്ചിയുടെ കൊച്ച് ചൈൽഡ്ഹുഡ് ഞാനാണ് അഭിനയിച്ചത്. വിൻസെൻ്റ് മാഷാണ് അപ്പോൾ അതിൽ ഓപ്പറേറ്റീവ് ക്യാമറാമാൻ. അപ്പം തൊട്ട് ഇങ്ങനെ MT സാറിൻ്റെ എത്രയോ പടങ്ങൾക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. നിർമാല്യം, അങ്ങനെ എത്രയോ. അങ്ങനെ ഏത് വിധത്തിൽ എനിക്കത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശശിയുടെ പടങ്ങളായാലും ശരി, ഇവരുടെ എല്ലാവരുടെയും നടുവിൽ ശാരദ ചേച്ചി പറഞ്ഞ പോലെ വളരെ ഇമോഷണൽ ആവുകയാണ് ഞാൻ. എൻ്റെ ഒരേ ഒരു ദുഃഖം, ഇത് കാണാൻ എൻ്റെ അമ്മ ഇന്ന് ജീവനോടില്ല. അമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് പാട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കടവത്തെ തോണി. അതിലെ കൊച്ചു കൊച്ചു വാക്കുകൾ എനിക്കോ ആരുടെയെന്നെല്ലാം പറഞ്ഞത് ഞാനാണ്. ഞാൻ പാടിയിട്ടുമുണ്ട്. അപ്പം എനിക്ക് ഞാൻ പാടി എന്നതിനേക്കാൾ അധികം എൻ്റെ അമ്മയുടെ മകളായി ഇവിടെ ആദരിക്കപ്പെടുന്നതിലാണ് എനിക്ക് കൂടുതൽ അഭിമാനം. അതിൽ JJ കുറ്റിക്കാടിനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എല്ലാവരും പറഞ്ഞു, ഞാനും പിന്നെയും പറയുകയാണ്. കാരണം ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ ഇത്രയും വലിയൊരു കാര്യം, ഇത്രയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ ആകാശവാണിയിലെയും ദൂരദർശനിലെയും ഒഫീഷ്യൽ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പരിപാടികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിലുള്ള ബുദ്ധിമുട്ടുകൾ പുറത്തുനിന്ന് ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, അതങ്ങനെ ചെയ്തില്ല, ഇതിങ്ങനെ ചെയ്യാമായിരുന്നു എന്ന്. പക്ഷേ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളും കണക്കിലെടുക്കാതെ ആ പാഷന് വേണ്ടി ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇത് ഗവൺമെൻറ് തലത്തിലെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിലെനിക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. അത് ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. മറ്റുള്ള ഗവൺമെൻറ്റുകൾ ഇപ്പോൾ തമിഴ്നാടായാലും ശരി, ആന്ധ്രയായാലും ശരി, മറ്റുള്ള സംസ്ഥാനങ്ങളിലും
കലാകാരന്മാരെ ആദരിക്കുന്നതിൽ അവർക്ക് കാണിക്കുന്ന ഉത്സാഹം എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് കാണിക്കുന്നില്ല? അത് എൻ്റെ ഒരു വലിയൊരു, ഇനിയെങ്കിലും ഈ പുതിയ ഗവൺമെൻറ്റെങ്കിലും അത് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെമ്മീൻ ഒരു ലോക സിനിമയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നേ തീയതി വരെ ഗവൺമെൻറ് തലത്തിൽ കേരളത്തിൽ ഒരു ആദരവോ അതിനെക്കുറിച്ച് ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. അത് ഇനിയെങ്കിലും അത് വൈകിയ വേളയിലെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ ഈ ഒരു സന്ദർഭം തന്നതിൽ വളരെയധികം നന്ദി. നമസ്കാരം. അതിമനോഹരമായി സാങ്കേതികവും സാമ്പത്തികവുമായ പരിമിതിയിൽ വെച്ചുകൊണ്ട് ഒരു മനോഹരമായ പടം, നല്ലൊരു പടം നിർമ്മിക്കുക എൻ്റെ ഗുരുനാഥൻ ആയിട്ടുള്ള വിൻസെൻ്റ് മാഷെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. മേക്കപ്പ് മാൻ ശ്രീ പത്മനാഭൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇതൊന്നും പരിചയമില്ല, എന്നാലും മുറപ്പെണ്ണ് കഥ മേക്കപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. MT വാസുദേവൻ നായരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നമസ്കാരം. അതോടുകൂടി അങ്ങോരുടെ മഞ്ഞും മലയാളം ഹിന്ദി എനിക്ക് ചെയ്യാൻ സാധിച്ചു, അതിലേറെ സന്തോഷമാണ്. പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക്സ്. MT സാറിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് സിനിമയിൽ ആക്കാൻ ഒരു അവസരം കിട്ടിയതിന് അച്ഛൻ, he has created a masterpiece in this film. And it is a wonderful gathering. Thanks to JC Foundation, JJ Kuttikadu. Your gathering, I'm very happy about it. Thank you. സിനിമയുടെ വരും വരകായികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു ആ പ്രതിഭാധനൻ എന്നാണ് MT സാർ എഴുതിയത്. അത് മറ്റാരുമല്ല, അടൂർ ഭാസിയായിരുന്നു. സിനിമയുടെ വരും വരായികളെക്കുറിച്ച് പറഞ്ഞ് രസിപ്പിച്ച് എൻ്റെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു ആ പ്രതിഭാധനൻ എന്നാണ്. അപ്പോൾ KP ഉമ്മറാണ് പിന്നീട് സ്വാർത്ഥനായിട്ടുള്ള അനുജനായി മാറിയത്. ത്യാഗം ചെയ്യുന്ന ജ്യേഷ്ഠനായിട്ട് പ്രേംനസീറും വേഷമിട്ടു. എത്ര കണ്ട് പെണ്ണുങ്ങൾ ആ അനുജനെ സ്വാർത്ഥനായിട്ട് നമ്മൾ വെറുത്തുവോ അല്ലെങ്കിൽ ഒരു വിരോധം ഭാവിച്ചോ, അത്ര കണ്ട് നന്നായിട്ട് KP ഉമ്മർ അഭിനയിച്ചത് കൊണ്ടാണ് ആ ഭാവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മകനെ റഷീദിനെ 50 വർഷം മുമ്പ് എൻ്റെ വാപ്പ അഭിനയിച്ച ആ ഒരു പടത്തിൻ്റെ ഈ ആഘോഷവേളയിൽ ഞാൻ അഭിനയിച്ച പോലെ ഒരു ഫീലിംഗാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഇത്രയും സീനിയേഴ്സായിട്ടുള്ള മലയാള സിനിമയിലെ MT സാർ, ശാരദാമ്മ, ശശിയേട്ടൻ, ഇങ്ങനെയുള്ള എല്ലാവരോടും ഒപ്പം ഈ വേദിയിലിരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. ഈ സന്ദർഭത്തിൽ വാപ്പയുടെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ഓർത്ത് ഈ 50th ആനിവേഴ്സറിക്ക് ഞങ്ങളിങ്ങോട്ട് വിളിച്ച കുടുംബത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത JJ കുറ്റിക്കാടിനും JC ഫൗണ്ടേഷനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി പറഞ്ഞോളൂ. നെല്ലിക്കോട് ഭാസ്കരനെ ഒന്നും പെട്ടെന്ന് MT സാറിനൊന്നും മറക്കാൻ പറ്റില്ല. അത്രത്തോളം ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു അദ്ദേഹം അഭിനയ ജീവിതത്തിൽ. എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞു എന്നൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. JC ഫൗണ്ടേഷൻ്റെ ഈ സതുദ്യമത്തിന് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. എസ് കൊന്നനാട്ടിൻ്റെ കൊച്ചുമകൻ സായി സർവേഷാണ്. എന്താണ് ആ കൊച്ചു മിടുക്കന് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന്? This award to my grandfather. I am very proud to take this award. Thank you everyone and thank you for the Malayalam film industries. Thank you. അതിൻ്റെ മകൻ ശ്രീ മുരളി സംസാരിക്കുന്നു. അവാർഡ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ രാജാമണി ചേട്ടനും സമർപ്പണം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക്സ് ഫോർ ദ JJ ഫൗണ്ടേഷൻ. കുഞ്ഞാവയുടെ ആദരവേറ്റുവാങ്ങിയ ഫിറോസ് പട്ടുതരൂർ. ഇതിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കഥാപാത്രം. ഈ പുഴയുടെ നാശം തുടങ്ങിയ കാലം മുതൽ
എഴുതാൻ തുടങ്ങിയ വ്യക്തിയാണ് MT വാസുദേവൻ നായർ. ഇത് നിങ്ങൾ നശിപ്പിക്കരുത് ഈ പുഴയെ എന്ന്. അവിടെ അതിൻ്റെ തീരത്ത് വെച്ച് ഒരു ചിത്രം നിർമ്മിക്കുക എന്ന ശോഭന പരമേശ്വരൻ നായരുടെ സ്വപ്നമായിരുന്നു. ഒരുപക്ഷെ ആ സ്വപ്നമായതുകൊണ്ടായിരിക്കും MT സാർ ഈ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. ഭാരതപ്പുഴയുടെ തീരത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാൻ ബസ്സിലായാലും ട്രെയിനിലായാലും ജനലിൻ്റെ അരികിൽ വന്നിരിക്കും ഈ പുഴയുടെ ഒഴുക്ക് കാണാനായിട്ട്. അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു അതിൻ്റെ തീരത്ത് വെച്ചൊരു സിനിമ നിർമ്മിക്കുക. MT സാറിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അതിൻ്റെ തീരത്തൊരു കൊച്ചു വീട് വെച്ച് താമസിക്കണം എന്നായിരുന്നു. മണൽ വാരി കൊണ്ടുപോകുമ്പോഴത്തേക്കും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ജലാംശം വറ്റിപ്പോകുന്ന ഭാരതപ്പുഴയെ ഒരു വേദനിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരിടത്ത് പുഴയുടെ മണ്ണ് പാരുന്നതിനെക്കുറിച്ച് നമ്മൾ ആക്രോശിച്ച് പറയുമ്പോൾ മറുവശത്ത് അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് മണ്ണ് പാരുന്നവർക്ക് തൊഴിലില്ലാതായി പോകുന്നു എന്ന് പറയുന്ന സമരം നടത്തിയ കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭാരതപ്പുഴയാണ് കഥാപാത്രം. മലയാണ്മയുടെ മഹിതമായി തീർന്നിട്ടുള്ള ആ ഭാരതപ്പുഴയുടെ തീരത്താണ് ആദ്യമായിട്ട് വിടർന്ന സിനിമയാണ് മുറപ്പെണ്ണ്. അത് മലയാള ചരിത്രത്തിൽ മറ്റേതൊരു ഒരു സിനിമയെക്കാളും തീർച്ചയായിട്ടും MTയുടെ തൂലികാ സ്പർശമേറ്റ ധന്യതയാർന്ന സിനിമ എന്നും വരും തലമുറയ്ക്ക് വിൻസെൻ്റ് മാസ്റ്ററുടെ, MTയുടെ, ശോഭന പരമേശ്വരൻ നായരുടെ, പ്രേംനസീറിൻ്റെ, ശാരദയുടെ, മധുസാറിൻ്റെ, അങ്ങനെ എന്ന് വേണ്ട എല്ലാവരുടെയും സിനിമയായി നമ്മുടെ സിനിമയായി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ ഭാരതപ്പുഴ നശിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വേദി ഇവിടെ പര്യവസാനിക്കുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധമഴിയുന്നു, മുറുകുന്നു ബന്ധം അഴിയുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ, കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ, തീരത്തിനറിയില്ല മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു,
കരയുന്നു പുഴ ചിരിക്കുന്നു. കണ്ണീരുമൂലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു.